ഹായ് ഓൾ, ഐ ആം അശ്വതി. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയും പി ജിയും കഴിഞ്ഞു. ഇപ്പോൾ ജോഗ്രഫിയുടെ 4 ഇയർ ഡിഗ്രി കോഴ്സിൻ്റെ ക്ലാസ്സുകളാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതിൽ ആദ്യത്തെ യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു ജോഗ്രഫിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിൽ ജോഗ്രഫിയും അതിൻ്റെ ഫിസിക്കൽ ജോഗ്രഫിയും ഹ്യൂമൻ ജോഗ്രഫിയും കുറിച്ചാണ് പറയുന്നത്. ഈ വേർഡ് ജോഗ്രഫി എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എർത്ത് എന്നാണ് ജോഗ്രഫിയുടെ അർത്ഥം. ആദ്യം നമുക്ക് ജോഗ്രഫിയെക്കുറിച്ച് കുറച്ച് സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം, ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ റിച്ചാർഡ് ഹാർഷോണിൻ്റെ ഡെഫിനിഷനാണ്. അതിൽ പറയുന്നത് ജോഗ്രഫി ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഏരിയൽ ഡിഫറൻസിയേഷൻ ഓഫ് ദ എർത്ത് സർഫസ്. നമുക്കറിയാം, ഒരിക്കലും എർത്ത് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടുള്ള ഏരിയ അല്ല. തൊട്ടടുത്ത രണ്ട് സ്ഥലങ്ങളായാൽ പോലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ കേരളം എടുക്കുമ്പോൾ തന്നെ അറിയാം, ഹൈലാൻഡ് ഉണ്ട്, മിഡ്ലാൻഡ് ഉണ്ട്, ലോ ലാൻഡ് ഉണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി എടുത്ത് നോക്കിയാലും ക്ലൈമറ്റ് എടുത്ത് നോക്കിയാലും ഒരു ചെറിയ രണ്ട് സ്ഥലങ്ങളെ എടുത്ത് നോക്കിയാൽ പോലും എർത്തിൻ്റെ രണ്ട് സ്ഥലങ്ങൾ ഒരുപോലെയല്ല, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതാണ് ഈ ഡെഫിനിഷനിലൂടെ റിച്ചാർഡ് ഹാർഷോൺ പറയുന്നത്. ജോഗ്രഫി ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഏരിയൽ ഡിഫറൻസിയേഷൻ ഓഫ് എർത്ത് സർഫസ്. ജോഗ്രഫി എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എർത്തിൻ്റെ സർഫസിലുണ്ടാവുന്ന വ്യത്യാസത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി എന്നാണ് ആര് പറഞ്ഞത്? റിച്ചാർഡ് ഹാർഷോൺ പറഞ്ഞിട്ടുള്ളത്. ഇതേ അർത്ഥം വരുന്ന തരത്തിലുള്ള ഡെഫിനിഷനാണ് മറ്റൊരു സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഹെറ്റ്നർ. അദ്ദേഹം പറഞ്ഞത് ജോഗ്രഫി സ്റ്റഡീസ് ദ ഡിഫറൻസ് ഓഫ് ഫിനോമിന യൂഷ്വലി റിലേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എർത്ത്. ജോഗ്രഫി എന്ത് പഠിക്കുന്നു? എർത്തിൻ്റെ പല ഭാഗത്തുമുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫിനോമിനയെക്കുറിച്ച് പഠിക്കുന്നതാണ് ജോഗ്രഫി എന്നാണ് ഹെറ്റ്നർ പറഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ജോഗ്രഫിയെക്കുറിച്ച് പറയാം. ജോഗ്രഫി എന്ന് പറയുന്ന വേർഡിനർത്ഥം ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എർത്ത് എന്നാണ്. ആ ജോഗ്രഫി എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. രണ്ട് ഗ്രീക്ക് വാക്കുകളായ ജിയോ എന്നും ഗ്രാഫോസ് എന്നും പറയുന്ന വേർഡ്സിൽ നിന്നാണ് ജോഗ്രഫി എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൽ ജിയോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എർത്ത് എന്നും ഗ്രാഫോസിൻ്റെ അർത്ഥം ഡിസ്ക്രിപ്ഷനും എന്നാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എർത്ത് എന്നാണ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മീനിങ് വരുന്നത്. ഈ വേർഡ് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇറാസ്തോസ്തനീസ് എന്ന ഗ്രീക്ക് സ്കോളറാണ്. ഇറാസ്തോസ്തനീസിനെയാണ് ഫാദർ ഓഫ് ജോഗ്രഫി എന്നും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ എർത്തിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആലയം, മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലമായിട്ടാണ് എർത്തിനെ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ ജോഗ്രഫേഴ്സ് പലപ്പോഴും സ്കോളേഴ്സൊക്കെ ജോഗ്രഫിയെ ഡിഫൈൻ ചെയ്യുന്നത് എർത്ത് ആസ് അബോർഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, ഭൂമി മനുഷ്യൻ്റെ ആവാസം സാധ്യമാകുന്ന സ്ഥലം എന്നൊരു നിലയ്ക്കാണ് എല്ലാവരും ജോഗ്രഫിയെ ഡിഫൈൻ ചെയ്യുന്നത്. There exists variation over physical and cultural environment over the earth surface. നമുക്കറിയാവുന്ന പോലെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സായിട്ടും കൾച്ചറലായിട്ടും എർത്തിൻ്റെ സർഫസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ ഫിനോമിനയും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. ജോഗ്രഫി ആസ് സ്റ്റഡി ഓഫ് ഏരിയൽ ഡിഫറൻസിയേഷൻ, അതായത് ജോഗ്രഫി പല സ്ഥലങ്ങളിലും ഉള്ള പല കാര്യങ്ങളിലും ഉള്ള ഡിഫറൻസിനെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റാണ് ജോഗ്രഫി. നേരത്തെ രണ്ട് ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. ബാക്കി പറയുമ്പോൾ ജോഗ്രഫി നോട്ട് ഓൺലി സ്റ്റഡി വേരിയേഷൻ ഇൻ ദ ഫിനോമിന ബട്ട് ഓൾസോ സ്റ്റഡി അസോസിയേഷൻ വിത്ത് ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ദീസ് ഫിനോമിനാസ്. അപ്പോൾ ജോഗ്രഫി പഠിക്കുന്നത് രണ്ട് ഫിനോമിന വ്യത്യാസമായിരിക്കുന്നു എന്ന് മാത്രമല്ല പഠിക്കുന്നത്, പക്ഷേ അത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഫിനോമിനാസിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യവും കൂടി ജോഗ്രഫി പഠിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്രോപ്പിംഗ് പാറ്റേൺ ഡിഫർ ഫ്രം റീജിയൻ ടു റീജിയൻ. അപ്പോൾ അതൊരു ഫിനോമിനയാണ്. പല സ്ഥലങ്ങളിലെയും ക്രോപ്പിംഗ് പാറ്റേൺ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ആ ഒരു ഫിനോമിനയാണ്. അപ്പോൾ ജോഗ്രഫിയിൽ ആ ഒരു ഫിനോമിന മാത്രമായിട്ടല്ല പഠിക്കുന്നത്, പകരം എന്ത് ചെയ്യുന്നു, ഇത് എന്തൊക്കെ കൊണ്ട് പല സ്ഥലങ്ങളിലെ ക്രോപ്പിംഗ് പാറ്റേൺ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു റീസണും കൂടി ജോഗ്രഫി പറയുന്നുണ്ട്. എന്തൊക്കെ കൊണ്ടാവാം? ആ സ്ഥലങ്ങളുടെ സോയിലും ക്ലൈമറ്റും പിന്നെ മാർക്കറ്റ് ഡിമാൻഡും ഒക്കെ വ്യത്യാസമുള്ളത് കൊണ്ടാവാം അവിടെയുള്ള ക്രോപ്പിംഗ് പാറ്റേൺസ്, രണ്ട് സ്ഥലങ്ങളിലെ ക്രോപ്പിംഗ് പാറ്റേൺസ് വ്യത്യാസമാവുന്നത്. അപ്പോൾ ഒരു കോസും ഒരു റീസണും കൂടെ ആയിട്ടാണ് ജോഗ്രഫി പഠിക്കുന്നത്. ജോഗ്രഫർ എക്സ്പ്ലെയിൻസ് ഫിനോമിന ഇൻ എ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്.
ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് ഫോർസീയിങ് ദ ഫിനോമിന ഇൻ ഫ്യൂച്ചർ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ജോഗ്രഫി കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവാം എന്നൊരു കോസും എഫക്റ്റും തമ്മിലുള്ള ഒരു റിലേഷൻ വെച്ചാണ് ജോഗ്രഫി പഠിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? ഫോർസിങ്, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നേരത്തെ ഒരു ഫോർസി ചെയ്യാനും അതിനെ എന്തെങ്കിലും പ്രിവെൻറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ജോഗ്രഫിയുടെ സ്റ്റഡി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹൈലി റഗ്ഗഡ് ആയിട്ടുള്ള മൗണ്ടേനിയസ് ടെറൈനിൽ കൂടുതലായിട്ടും എക്സ്കവേഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്വാറിങ് ഒക്കെ നടത്തുകയാണെങ്കിൽ അത് മണ്ണിടിച്ചിലിന് കാരണമാകും എന്നൊരു കോസും എഫക്റ്റും ആയിട്ടുള്ള രീതിക്കാണ് ജോഗ്രഫി പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടാകാം എന്നുള്ള കാര്യം പഠിക്കാനും ജോഗ്രഫി നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്ത ജോഗ്രഫിക്കൽ ഫിനോമിനാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഫിസിക്കലായിട്ടുള്ള ഫിനോമിനേസും ഉണ്ടാവാം, ഹ്യൂമൻ റിലേറ്റഡും ഉണ്ടാവാം. അപ്പോൾ ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന സബ്ജക്റ്റ് അല്ല, ഫിസിക്കലും ഹ്യൂമനും റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഈ ജോഗ്രഫിക്കൽ ഫിനോമിന എന്താവാം? ഡൈനാമിക്കാണ്, ഒരിക്കലും സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നതല്ല, അത് എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞാലും ഹ്യൂമൻ ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞാലും അതൊരിക്കലും സ്റ്റാറ്റിക്കായി നിൽക്കുന്നില്ല, അതെപ്പോഴും ഡൈനാമിക്കാണ്. ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഓഷ്യൻ ആയാലും ക്ലൈമറ്റ് ആയാലും ഒക്കെ എപ്പോഴും വാരി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ സെറ്റിൽമെൻ്റ് ആയാലും മൈഗ്രേഷൻ ആയാലും അതും ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, എല്ലാം ഡൈനാമിക്കാണ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഫിനോമിനാസ് ഏത് പറഞ്ഞാലും എല്ലാം ഡൈനാമിക് ആയിട്ടുള്ള ഫിനോമിനാസാണ്. നെക്സ്റ്റ്, മേജർ അപ്രോച്ചസ് ടു സ്റ്റഡി ജോഗ്രഫി. ജോഗ്രഫി പഠിക്കാനായിട്ട് മേജറായിട്ട് 2 അപ്രോച്ചുകളാണ് പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ജോഗ്രഫി പഠിക്കാം? ഒന്ന് സിസ്റ്റമാറ്റിക് അപ്രോച്ചും മറ്റൊന്ന് റീജിയണൽ അപ്രോച്ചും. ഇനി നമുക്ക് എന്താണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്, എന്താണ് റീജിയണൽ അപ്രോച്ച് എന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. അതിൽ പറയുന്നത് ഒരു ഫിനോമിനയെ വേൾഡ് വൈഡായിട്ട് നമ്മൾ പഠിക്കുന്നു, അതിനുശേഷം ഓരോ സ്ഥലത്തെയും വ്യത്യാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ ആദ്യം ഹോളായിട്ട് പഠിക്കുന്നു, പിന്നീടാണ് ഓരോ ചെറിയ ചെറിയ ഏരിയാസിലേക്കും നമ്മുടെ സ്റ്റഡി വരേണ്ടത്. അതിനൊരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. If one is studying about the natural vegetation, first the study will be done at world level. ഇപ്പോൾ ഒരാൾ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആദ്യം വേൾഡ് ലെവലിൽ പഠിക്കുന്നു, പിന്നീടാണ് അതിൻ്റെ ഓരോരോ ടോപ്പോളജീസ് ആയിട്ടുള്ള ഇക്വിറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ്, മൺസൂൺ റെയിൻ ഫോറസ്റ്റ്, അങ്ങനെയൊക്കെ മൺസൂൺ ഫോറസ്റ്റ്, അതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് പിന്നീടാണ്. ആദ്യം ഫോറസ്റ്റിനെ കുറിച്ച് മുഴുവനായി പഠിക്കുന്നു, അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ച് മുഴുവനായി പഠിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞാലും ആദ്യം ഹോൾ വേൾഡിലെ ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്നു, അതിന് ശേഷമായിരിക്കും നമ്മൾ ഓരോ ഇക്വിറ്റോറിയൽ റീജിയൻ, ടോറിഡ് സോൺ, അങ്ങനെ ഓരോരോ സോൺ തിരിച്ച് പഠിക്കുന്നത് പിന്നീടായിരിക്കും. ആദ്യം ഹോളായിട്ട് സ്റ്റഡി ചെയ്യണം, എന്നിട്ട് സബ് ക്ലാസ് ആയിട്ട് സ്റ്റഡി ചെയ്യണം എന്ന് പറയുന്ന അപ്രോച്ചാണ് ജോഗ്രഫിയിലെ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഇത് കൊണ്ടുവന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. അടുത്തത് റീജിയണൽ ജോഗ്രഫി അല്ലെങ്കിൽ റീജിയണൽ അപ്രോച്ച് ഇൻ ജോഗ്രഫിക്കൽ സ്റ്റഡി. ഇത് കൊണ്ടുവന്നത് കാൾ റിട്ടർ ആണ്. ഇദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞ സിസ്റ്റമാറ്റിക് അപ്രോച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതായത് ദ വേൾഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് റീജിയൻസ് ആൻഡ് ദെൻ ഓൾ ദ ജോഗ്രഫിക്കൽ ഫിനോമിന ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ ആർ സ്റ്റഡീഡ്. എങ്ങനെയാണ്? ആദ്യം ലോകത്തെ മുഴുവനും പല പല റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം ആ ഓരോ റീജിയനിലും വരുന്ന പ്രത്യേക തരത്തിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആ റീജിയൻസിൻ്റെ പ്രത്യേകത എന്താണ്, അവിടുത്തെ ഫിനോമിനാസ് എന്തൊക്കെയാണ്, അങ്ങനെ റീജിയൻ വൈസ് ആണ് പഠിക്കേണ്ടത് എന്നാണ് കാൾ റിട്ടർ കൊണ്ടുവന്ന റീജിയണൽ അപ്രോച്ചിൽ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ജോഗ്രഫിയാണ്. അപ്പോൾ ജോഗ്രഫിക്ക് 2 മെയിൻ ബ്രാഞ്ചസ് ഉണ്ട്, ഫിസിക്കൽ ജോഗ്രഫിയും ഹ്യൂമൻ ജോഗ്രഫി. അതിലെ മേജറായിട്ടുള്ള ബ്രാഞ്ച് ഫിസിക്കൽ ജോഗ്രഫിയെക്കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ആർത്തർ ഹോംസ് എന്താണ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് ഡിഫൈൻ ചെയ്തത്, ദ സ്റ്റഡി ഓഫ് ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഈസ് ഫിസിക്കൽ ജോഗ്രഫി. ഫിസിക്കൽ എൻവയോൺമെൻറ്റ് അതായത് നാച്ചുറലി ഒക്കർ ആവുന്ന മൗണ്ടെയ്ൻസ് ആവാം, അല്ലാതെ ഓഷ്യൻസ്, ക്ലൈമറ്റ്, അങ്ങനെയുള്ള പല നാച്ചുറലായിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിക്കൽ ജോഗ്രഫി എന്നാണ് ആർത്തർ ഹോംസ് പറഞ്ഞിട്ടുള്ളത്.
The study of physical environment is physical geography, which includes consideration of surface relief of the globe. അതാണ് ജിയോമോർഫോളജി. അതായത് ഗ്ലോബിൻ്റെ എർത്തിലുള്ള സർഫസ് റിലീഫിനെ കുറിച്ച് പഠിക്കുന്നതാവാം. അതാണ് ഫിസിക്കൽ ജോഗ്രഫി. അല്ലെങ്കിൽ എന്താണ്, ഓഷ്യൻസിനെ കുറിച്ച് പഠിക്കുന്ന ഓഷ്യനോഗ്രഫി, ആൻഡ് ഓഫ് ദ എയർ, മീറ്ററിയോളജി ആൻഡ് ക്ലൈമറ്റോളജി. അങ്ങനെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിക്കൽ ജോഗ്രഫി എന്നാണ് ആർത്തർ ഹോംസ് പറഞ്ഞിട്ടുള്ളത്. ഇതേ അർത്ഥത്തിലാണ് സ്ട്രോളറും പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ ജോഗ്രഫിയെക്കുറിച്ച്. ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡി ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഓൺ ഓർ ക്ലോസ് ടു ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിലുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്, ഫിസിക്കൽ ജോഗ്രഫി എന്ന് സ്ട്രോളർ പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ ജോഗ്രഫി എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഒക്കെയാണ് ഫിസിക്കൽ ജോഗ്രഫി പറയുന്നത്. അതായത് ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ജിയോമോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, അതിനെയൊക്കെ കുറിച്ച് കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഫിസിക്കൽ ജോഗ്രഫി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കേണ്ടത്? അതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റഡി ഓഫ് ഫിസിക്കൽ ജോഗ്രഫി ഈസ് എമർജിങ് ആസ് എ ഡിസിപ്ലിൻ ഓഫ് ഇവാലുവേറ്റിംഗ് ആൻഡ് മാനേജിങ് നാച്ചുറൽ റിസോഴ്സസ്. നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സസിന് ഇപ്പോൾ ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ആ നാച്ചുറൽ റിസോഴ്സസ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനൊക്കെ വേണ്ടിയിട്ട് ജോഗ്രഫിയിൽ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിലെ കടലിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാൻ സെൻട്രൽ ഗവൺമെൻറ് ഖനനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ റിസോഴ്സ് ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് അവിടെ ഖനനം ചെയ്യാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇനി അത് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് കേരളത്തിനുണ്ടാക്കുമോ ഇല്ലയോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ, അപ്പോൾ ആ റിസോഴ്സ് അവിടെ ഉണ്ടെന്നറിയാനും അത് നമുക്ക് എങ്ങനെയെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ്, അതിൻ്റെ എക്സ്ട്രാക്ഷൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ഉണ്ടാകുമോ എന്നറിയാനും ഒക്കെ ജോഗ്രഫി പഠിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന ഇമേജ് നോക്കിയാൽ അറിയാം, ഫിസിക്കൽ ജോഗ്രഫിയെ പല ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ജിയോമോർഫോളജി, ഓഷ്യനോളജി, ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി, അങ്ങനെ പല പല സബ് ബ്രാഞ്ചസ് ഫിസിക്കൽ ജോഗ്രഫിക്കുണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു ബ്രാഞ്ചായ ഹ്യൂമൻ ജോഗ്രഫിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, എർത്ത് എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ എർത്തിൽ നാച്ചുറൽ ഫീച്ചേഴ്സ് ഉണ്ട്, അതിനെ ഉപയോഗിച്ച് മനുഷ്യൻ ജീവിക്കുന്നു. അപ്പോൾ ഹ്യൂമൻ ജോഗ്രഫിയിൽ പറയുന്നത് അതാണ്, സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ഇൻറ്ററാക്ട് വിത്ത് ദെയർ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ദെയർ കൾച്ചർ, ഇക്കണോമി ആൻഡ് സൊസൈറ്റി. എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സ് അവൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ജീവിക്കുന്നത് എന്നുള്ള സ്റ്റഡിയാണ് ഹ്യൂമൻ ജോഗ്രഫിയിൽ മെയിനായിട്ട് പറയുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ട്? പോപ്പുലേഷൻ ജോഗ്രഫി, സെറ്റിൽമെൻറ്റ് ജോഗ്രഫി, സോഷ്യൽ ജോഗ്രഫി, അങ്ങനെ ഇതിനെയും പല ബ്രാഞ്ചുകളായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഹ്യൂമൻ ജോഗ്രഫി പഠിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യൻ എർത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, ഓരോ സ്ഥലത്തും അതിൽ വ്യത്യാസം ഉണ്ടാവാം. ആ ഒരു വ്യത്യാസത്തെക്കുറിച്ചും ഹ്യൂമൻ ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കടലോര മേഖലയിൽ ജീവിക്കുന്നവർ കടലിനെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്. ഫോറസ്റ്റ് ഏരിയയിൽ ജീവിക്കുന്നവർ ഫോറസ്റ്റിനെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്. പിന്നെ സിറ്റി ഏരിയയിൽ താമസിക്കുന്നവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേറെ ആയിരിക്കും എന്ന് മാത്രമല്ല, അത് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടി പഠിക്കാനായിട്ട് ഹ്യൂമൻ ജോഗ്രഫിയാണ് സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.